ഹലോ ഗായ്സ്, അപ്പം ഇത് ആറ്റുകാൽ വിശേഷം പാർട്ട് 2 ആണ്, അല്ല പാർട്ട് 3 ആണ്. അപ്പം ഞാൻ തമ്പാനൂർ ഒരു ബസ്സിലാണ് പോയത്. പിന്നെ അവളുടെ ആ ജംഗ്ഷനിൽ എത്തണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകണം. ഞാൻ ഫൈനലി ശുഭയെ കണ്ടുമുട്ടി ഗൈസ്. ഇനി 2 ദിവസം ശുഭയുടെ വീട്ടിലാണ്. ഇവളുടെ കയ്യിലൊരു താക്കോല കാണിച്ചാണ് താക്കോലുണ്ടെന്ന് വെച്ചാൽ വണ്ടി കൊണ്ടുവന്നില്ല. എന്നെ അതൊരു നടത്തിക്കണം ഗൈസ്. കേട്ട് ഗോഡ് സ്കൂട്ടിയൊക്കെ കൊണ്ടുവരുന്നു ഗൈസ്. അവള് PRS എന്ന് പറഞ്ഞു, ഞാൻ കേട്ടത് QRS. ഞാൻ അമ്മ എവിടെയോ കൊണ്ട് എടി രാവിലെ വ്യായാമം വേണം. എന്താ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. ഞാൻ ഒരു ചായ കുടിച്ചോളൂ. പാവം എന്റെ ഒരു ചായ ഇട്ടു തന്നു. എന്നിട്ടാണ് പറയണം, ഞാൻ വിളിച്ചപ്പോൾ അവള് പോത്ത് കണക്കിടന്ന് ഉറങ്ങിട്ട് ഞാൻ പറഞ്ഞു കിടന്നുറങ്ങിക്കോ, ഞാൻ എത്താറാകുമ്പോൾ വിളിക്കാന്ന്. ശരി, അങ്ങനെയെങ്കിലും നേരത്തെ കാലത്ത് എണീറ്റല്ലോ. ഇല്ലടി, ഇത് ഈ സാധനം ഇരിക്കുക, വെയിറ്റ് ഇല്ല ഗൈസ്. ഫൈനലി ഞാൻ ശുഭയുടെ വീട്ടിലെത്തി. അപ്പം ഇന്ന് അവളുടെ വീട്ടിലെ സ്റ്റേ, നാളെ പൊങ്കാല കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. അപ്പം അവിടെ എത്തിയപ്പോൾ അവൾക്ക് പണികളോട് പണികളായിരുന്നു. വിളക്ക് തുടപ്പും കഴുവലും തുടക്കലൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് പണികളൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്. അപ്പം അണ്ടതൊക്കെ കഴുകി വെച്ചിട്ട് നേരെ നട്ടുച്ചയ്ക്ക് നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അന്നദാനം കൊടുക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു, അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ എന്തായാലും അമ്പലത്തിൽ കയറി തൊഴിൽ നടക്കില്ല. ചെരുപ്പ് കാണുമ്പോഴേ അറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾ റൈസ് കുടിച്ച് നേരെ ക്യൂവിൽ നിന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ക്യൂ നിന്നതൊക്കെ വെറുതെ ആയിപ്പോയി. ഞങ്ങൾക്ക് അന്നദാനം കിട്ടിയില്ല, ചോറ് തീർന്നുപോയി. പിന്നെ വീട്ടിൽ വന്നാൽ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ വീട്ടിൽ വന്നിട്ട് എന്നെ അതിശയിപ്പിച്ചൊരു കാഴ്ച ഈ കോലം ഇടലാണ്. എനിക്കിടാനൊന്നും അറിയത്തില്ല, പക്ഷേ ഇവർ ഇടണ കണ്ടപ്പം പഠിക്കണം എന്നൊക്കെ തോന്നിപ്പോയി. കാരണം എന്ത് രസമായിട്ടാണ് അവർ ഇടണേന്നറിയോ, എന്ത് ഫാസ്റ്റായിട്ടാണ് ഇട്ടത്. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല അവർ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങ് റോഡ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വൈകിട്ട് നമ്മൾ കുളിച്ച് ഒരുങ്ങി ഇനി നേരെ ലൈറ്റ് കാണാൻ പോവുകയാണ്. ഇന്ന് ഫുള്ള് കറക്ക് വരും തലേ ദിവസം. നിങ്ങൾ വന്നിത് എക്സ്പീരിയൻസ് ചെയ്തിട്ട്, നിങ്ങൾ ഇതുവരെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, നിങ്ങൾ വന്നിത് കാണണം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോലും ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. പിന്നെ ഇങ്ങനെ വഴികളിൽ ദേവിയുടെ പ്രതിഷ്ഠ കണ്ടപ്പം മനസ്സിനൊരു സന്തോഷമായി, ഇങ്ങനെ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നോർത്ത്. പിന്നെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് വൈകിട്ട് ലഘുഭക്ഷണമൊക്കെ ഉണ്ട്. അങ്ങനെ അകത്തൊക്കെ കഴിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.